കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ നമ്മുടെ സിനിമാ രംഗത്തുള്ള സലീം കുമാർ എന്ന ഒരു വിശ്വപ്രതിഭ അദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ കൂടിയ മീഡിയകളുടെ പ്രസൻസും അവരുടെ പെരുമാറ്റങ്ങളെ കുറിച്ചിട്ടുള്ള വ്യാപകമായ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള 2-3 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഒന്നാമതും രണ്ടാമതും നമ്മൾ പറയേണ്ടത്, മീഡിയ ജേർണലിസം എന്നൊക്കെ പറയുന്നത് 2-3 ശാഖകളായി തിരിഞ്ഞിട്ടുണ്ട്. പരമ്പരാഗതമായ ശൈലികളിൽ നിന്നൊക്കെ മാറി സെൻസേഷനലിസത്തിന് വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഇന്ന് നമ്മുടെ രമേശ് പിഷാരടി ഈ വിഷയത്തിൽ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. ചന്തു തന്നെ ആ സമയത്ത് വളരെ വികാര വിക്ഷോഭത്തോടു കൂടി അദ്ദേഹം അട്ടഹസിക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സോഷ്യൽ മീഡിയ സെലിബ്രിറ്റികൾ ഈ വിഷയത്തിൽ റിയാക്ഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ വിഷയത്തിൽ പറയുന്നത്, ഒന്നാമത് ഇത്തരം കാര്യങ്ങളൊന്നും ഒരു നിയമം മൂലം നമുക്ക് ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അത് എടുത്തൊഴിവാക്കാനോ കഴിയില്ല. കാരണം ഇതൊരു നമ്മൾ ഓരോ ആളുകളുടെ കയ്യിലും ക്യാമറ ഉള്ള കാലമാണ്. പണ്ടത്തെ ക്യാമറ പോലെയല്ല. ഒരു ഐഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു സാധാ ഫോൺ ഉണ്ടെങ്കിൽ പോലും അതൊരു മീഡിയയാണ്, ഒരു ഡാറ്റയാണ്, അതൊരു കൺസപ്ഷൻ ചെയ്യുന്ന ഒരു അസറ്റാണ്. അപ്പോൾ അതിൽ ഡോളറുകൾ ഉണ്ടാക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യും, അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിവിക് സെൻസ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ കേരളക്കാരാണ്. കേരള എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ മറ്റ് ഇടങ്ങളെ പോലെ നമ്മൾ കാണുന്ന സ്റ്റേറ്റ് അല്ല. കേരളമാണ്. കേരളത്തിൻ്റെ ഒരു സിവിക് സെൻസ് വേറെ തന്നെയാണ്. ആ യൂറോപ്യൻസ് ഒക്കെ പറയുന്നത് നമ്മൾ ട്രാവൽ ചെയ്യാൻ വരുമ്പോൾ അവർ ആ സിവിക് സെൻസിനെ കുറിച്ച് നന്നായി പറയാറുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിലുള്ള കൾച്ചറുകളും സമീപനങ്ങളും അപ്രോച്ചുകളും ജനങ്ങളുടെ ഇടപെടലും ഒക്കെ അതിൽ പ്രധാനമാണ്. അപ്പോൾ ഈ സിവിക് സെൻസ് എങ്ങനെയാണ് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ടത്. ഒന്നാമത് ഇത്തരത്തിലുള്ള പാപ്പരാസി മീഡിയകൾ. നമ്മൾ സാധാ മീഡിയകളും ഉണ്ട്, അതുപോലെ പാപ്പരാസി മീഡിയകളും ഉണ്ട്. ഇപ്പോൾ സാധാ മീഡിയകൾ ഈ വിഷയത്തിലൊക്കെ വളരെ വളരെ എന്താ പറയുക, മെച്ചുവേർഡായിട്ടുള്ള അപ്രോച്ചാണ് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് എനിക്ക് സംശയമുണ്ട്. കാരണം ഉദാഹരണത്തിന് സെൻസേഷനലിസം എന്ന് പറയുന്നത് എല്ലാ കാലത്തും, ഇപ്പോൾ പുതിയ കാലത്ത് വളരെയധികം കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നപ്പോൾ ആ ഒരു വിഷയത്തിൽ വളരെ വിജൃംഭിപ്പിക്കുന്ന കഥകളും ഒക്കെ മെനഞ്ഞുകൊണ്ട് കറാച്ചി പിടിച്ചെന്നൊക്കെ പറഞ്ഞ് നട്ടപ്പാതിരക്ക് വീഡിയോ ഇട്ട റെപ്യൂട്ടഡായ ജേർണലിസ്റ്റുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെറുക്കാൻ പറ്റുന്നു? അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിനിമ നടൻ എന്ന നിലയ്ക്ക് ആ ഒരു വിഷയം സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ നാട്ടിലെ പാപ്പരാസി മീഡിയകളെയൊക്കെ അവരുടെ വളർച്ചയ്ക്ക് വേണ്ടി, ഓരോ സെലിബ്രിറ്റികളുടെയും വളർച്ചയ്ക്ക് വേണ്ടി ഏറ്റവും ദുരുപയോഗം ചെയ്ത സിനിമ നടന്മാർ തന്നെയാണ്. അവരവരുടെ ഓരോ സിനിമകൾക്കും അവരൊക്കെ ക്ഷണിച്ചുകൊണ്ടാണ് അവർ വൈറൽ കട്ടിങ്ങുകളും വീഡിയോകളൊക്കെ കൊണ്ടുപോകുന്നത്. അയാൾ ഇരുന്നത് കണ്ടോ, അയാൾ ചിരിച്ചത് കണ്ടോ, അയാൾ നോക്കിയത് കണ്ടോ, ജ്യൂസ് കുടിച്ചത് കണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഡിഫറെൻറ്റ് ആംഗിളിലൊക്കെ ഫോട്ടോ എടുത്ത് അതെന്ത് ചെയ്യുക, യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലൊക്കെ ഇട്ട് അത് അതെന്ത് ചെയ്യുക, കൺസെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള പല നീലക്കുയിൽ മീഡിയകളൊക്കെ നമ്മുടെ നാട്ടിൽ ഒരുപാടുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, അവരെന്ത് ചെയ്യാണ്, മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തും. ഇപ്പോൾ നീലക്കുയിൽ എന്ന് പറയുന്ന ആ ചാനൽ ഒരു എന്താ പറയുക, ഒരു തേർഡ് റൈറ്റ്സ് ചാനലാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവരുടെ കാര്യങ്ങൾ അവർ സെലിബ്രിറ്റികൾ വിളിക്കുക, എന്നിട്ട് അവർക്ക് ഇൻ്റർവ്യൂ നടത്തുക, എന്നിട്ട് അവർക്ക് എന്ത് ചെയ്യും, സെലിബ്രിറ്റികൾ തന്നെ അവർക്കൊരു മെയിൻ സ്ട്രീം അക്സെപ്റ്റബിലിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എന്ത് ചെയ്യാണ്, ഒരു റെപ്യൂട്ടേഷൻ കിട്ടുകയാണ്. ഓക്കെ, അപ്പോൾ അവർ എന്ത് ചെയ്യും, അടുത്തൊരു സൗകര്യങ്ങൾ കിട്ടുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലേക്ക് വന്ന് അവർ ക്യാമറ ആംഗിൾ വരും. കാരണം ഒരു സെലിബ്രിറ്റി മരണപ്പെട്ട് കിടക്കുകയാണ്, അവിടേക്ക് ഒരുപാട് VIP വരും, സിനിമാ നടന്മാർ വരും, സിനിമാ നടിമാർ വരും. അവർ ചിരിക്കുന്ന, സങ്കടപ്പെടുന്ന, കരയുന്ന ആംഗിളുകളൊക്കെ എടുത്ത് എന്ത് ചെയ്യാണ്, ഒരു 30 സെക്കൻഡ്, ഒരു മിനിറ്റിൻ്റെ ഒക്കെ കട്ടിങ് ആയിട്ട് നേരെ സോഷ്യൽ മീഡിയയിൽ കച്ചവടം ചെയ്യുക. ഇതാണ് മെയിൻ. കാരണം റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് ഗവൺമെൻറ്റിന് ചെറുക്കാൻ പറ്റും? ഒന്നാമത് സിവിക് സെൻസ് ആണ് വേണ്ടത്. അതിന് പുറമെ ഗവൺമെൻറ്റിന് ഇതിന് പ്രോട്ടോകോൾ കൊണ്ടുവരാൻ പറ്റുമോ? കാരണം പ്രത്യേകിച്ച് നമ്മൾ ഒരു കല്യാണത്തിൻ്റെ കേസോ, കല്യാണം അതുപോലെയുള്ള പ്രധാനപ്പെട്ട ഫംഗ്ഷനൊക്കെ പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിനെ കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാനുള്ള സാധ്യതയല്ല. പക്ഷേ ഒരു മരണാനന്തര ചടങ്ങിലൊക്കെ അതേ രൂപത്തിലുള്ള ബിഹേവിയർ നമ്മൾ കൊണ്ടു നടക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടും. അപ്പോൾ അതാണ് ഇന്നത്തെ പിഷാരടി അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ഒരു മരണാനന്തര ചടങ്ങ് കഴിഞ്ഞാൽ, ഒരു മരണാനന്തര ചടങ്ങിൽ ആളുകൾക്ക് എല്ലാവർക്കും ഒരു നോക്ക് കാണാൻ, അവസാന അന്ത്യയാത്ര കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാകും. എല്ലാ ആളുകളും വന്ന് കണ്ടുപോകുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ മീഡിയകൾക്കൊക്കെ അവിടെ ഒരു സാന്നിധ്യം ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യത്തിലൊക്കെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ചടങ്ങ് നടത്തപ്പെടുന്നതിന് മുമ്പ് അതിനെക്കുറിച്ച് ഒരു ക്രമം ഏർപ്പെടുത്തേണ്ട അത്യാവശ്യമാണ്. അതായത് എന്താ പറയുക, കുറച്ച് ആളുകൾക്ക് മാത്രം, മിനിമം ആളുകൾക്ക് മാത്രം എൻട്രൻസ് കൊടുക്കുക. നിങ്ങൾ യൂറോപ്പിലൊക്കെ കണ്ടില്ലേ, പല VIP ഒക്കെ മരണപ്പെടുമ്പോൾ എല്ലാവരും വന്ന് കണ്ടുപോകുന്നുണ്ടാകും. അതിന് പുറമെ ലാസ്റ്റ് ഫൈനൽ കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഇത്തരം പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകൾ അവരെ മാറ്റി നിർത്തുക. അവർക്ക് പ്രവേശനം കൊടുക്കരുത്. ഇനി റെപ്യൂട്ടഡ് ആയിട്ടുള്ള
ചില മാധ്യമങ്ങൾക്ക് മാത്രം, അതും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ മാത്രം അവർക്ക് കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ അവിടെ അവരുടെ അച്ഛന്മാരും അവരുടെ അമ്മമാരൊക്കെ മരണപ്പെട്ട് കിടക്കുമ്പോൾ അവരെ അവസാനമായിട്ട് യാത്ര അയക്കാൻ പറ്റുന്നൊരു അവസരം കിട്ടുമ്പോൾ അത് തിക്കും തിരക്കും നടത്തി അത് ആഭാസകരമാക്കാതിരിക്കാനുള്ള ശ്രമം നടത്തുക. അപ്പോൾ അതൊരു സിവിക് സെൻസ് ആണ് ബേസിക്കലി. പിന്നെ മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. അത് പ്രോട്ടോകോൾ കൊണ്ടുവരിക, അതുപോലെ അതിൻ്റെ സൗകര്യങ്ങളും സജ്ജീകരണവും ഒരുക്കി വെക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ എല്ലാ ആളുകൾക്കും എല്ലായിടത്തും ഇടിച്ചു കയറി എല്ലായിടത്തും സംസാരിക്കാനും എല്ലായിടത്തും കയറി ചെല്ലാനുമുള്ള ഒരു അവസരം ഉണ്ടായി കൊടുക്കരുത്. കാരണം റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ പ്രൈവസി ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആണ്. അപ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള ശ്രമം നാട്ടുകാർക്കും വേണം, സിനിമ മീഡിയകൾക്കും വേണം. നിങ്ങൾ ഇപ്പോൾ കൊണ്ടടക്കുന്ന, ഇപ്പോൾ സാധാരണ ഒരു സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരു സിനിമ റിലീസാകുന്ന സമയത്ത് എല്ലാ ആളുകളും വരും. അപ്പോൾ അവർക്കൊക്കെ ഫുഡ് കൊടുക്കാനും പൈസ കൊടുത്തിട്ട് എന്ത് ചെയ്യും, അവരുടെ ഇൻ്റർവ്യൂ നടത്തും. അങ്ങനെ സിനിമ എങ്ങനെയെങ്കിലുമൊക്കെ റീച്ചാക്കാൻ തുടങ്ങും. പക്ഷെ അത് ഒരു ഫൈനലി നിങ്ങളുടെ ക്രെഡിബിലിറ്റിയെ കൂടിയാണ് ബാധിക്കുന്നത് എന്ന് കൂടി എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ഇത്തരത്തിലുള്ള മീഡിയകളൊന്നും എന്ത് ചെയ്യരുത്, ഇത്തരം സ്ഥലങ്ങളിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യരുത്. ഇപ്പോൾ വി ഡി സതീശന് പോലും വന്ന് ചൂടാൻ വേണ്ടി വന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും, മുഖ്യമന്ത്രിക്ക് പോലും അവിടെ ആ തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ എത്രത്തോളം വളരെ മോശപ്പെട്ട രീതിയിലാണ് നമ്മുടെ മാധ്യമ പ്രവർത്തനം, നാറിയ മാധ്യമ പ്രവർത്തനം നടത്തുന്നത് എന്നതാണ് നമുക്ക് സംശയമുള്ളത്. അപ്പോൾ ഇതിലൊക്കെ നല്ല റെപ്യൂട്ടേഷൻ കൊണ്ടുവരിക, നല്ലൊരു പ്രോട്ടോകോൾ കൊണ്ടുവന്നുകൊണ്ട് ഇതൊക്കെ ഈ സിസ്റ്റം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക എന്ന് പറയല്ലാതെ വേറൊന്നും നമുക്ക് ഈ വിഷയത്തിലൊന്നും ചെയ്യാനില്ല. ഏതായാലും അദ്ദേഹത്തെ പോലെ ഒരാൾ നമ്മുടെ കേരളത്തിന് ആവശ്യമായിരുന്നു. നമ്മുടെ എല്ലാ കാര്യത്തിലും നല്ല നിലപാടുള്ള ആളായിരുന്നു. കാരണം സിനിമ ഒരു ടിപ്പിക്കൽ സിനിമ പ്രവർത്തകനെ പോലെ, സിനിമ നടനെ പോലെ ഉള്ള ഒരാളായിരുന്നില്ല. നമ്മുടെ മതസാഹോദര്യവും നമ്മുടെ സെക്കുലറിസവും അതുപോലെ നമ്മുടെ മത മൈത്രിയുമൊക്കെ ആവോളം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യനാണ് അദ്ദേഹം. അപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ ഒരുപാട് കണ്ടും കേട്ടും അനുഭവിച്ച ആളായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ളൊരു മനുഷ്യൻ്റെ നഷ്ടം കേരളത്തിനും നമ്മുടെ സൊസൈറ്റിക്കും ഒക്കെ വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒന്നാണ് എന്നാണ് പറയാനുള്ളത്. പക്ഷെ അതിലേറെ ഉപരി എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പറയാൻ ശ്രമിക്കുന്നൊരു കാര്യം, ഇതിൽ നമ്മൾ സിവിക് സെൻസ് പാലിക്കുക എന്നുള്ളതാണ്. അത് സിവിക് സെൻസ് ആണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഒരു മരണപ്പെട്ട ചടങ്ങിൽ പോയിട്ട് അയാൾ ചിരിക്കുന്നത് കണ്ടോ, അയാൾ നടക്കുന്നത് കണ്ടോ, എല്ലാവരും നടന്നിട്ട് തന്നെയൊക്കെ അവർക്ക് ഫംഗ്ഷൻ വരിക. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനമൊക്കെ നടത്തുന്ന റിപ്പോർട്ട് എടുത്തിട്ട് ആ ചാനലുകൾക്ക് ഒഴിവാക്കാൻ അല്ലാതെ വേറൊന്നും ഈ വിഷയത്തിൽ പറയാം.